Hi guys, welcome back. So finally, ബ്ലോക്ക് മണി അഷ് പെർലി മണി തൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ടൈറ്റിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട് ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് പുള്ളിക്കാരി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരി ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം തന്നെ പുള്ളിക്കാരി ആ ഒരു പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ. അപ്പോൾ അതിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് അതിനുശേഷം പറയുന്ന കാര്യങ്ങളോട്ട് നമുക്ക് വരാം. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഇസ് മൈ എം ഹിയർ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് എന്താണെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പേർളി മണിക്ക് വന്നേ പറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ 5.3 മില്യൺ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 4 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തന്നെ അൺഫോളോ ചെയ്ത് പോയിരിക്കുകയാണ് ആ ഒരു ഒറ്റ പോസ്റ്റ് കാരണം തന്നെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവരെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്തേക്ക് 5.4 മില്യൺ ആയിരുന്നു. പിന്നെ 1 ലക്ഷം കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് വീണ്ടും അൺഫോളോ അടിച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും പുള്ളിക്കാരി ഈ ഒരു കാര്യത്തിലൊന്നും അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ ഹേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് തന്നെ ആയിരിക്കും. എന്താണെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതായത് എൻ്റെ ആഗ്രഹം, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അവരെന്താണോ അവരുടെ ആവശ്യം അത് മുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് പുള്ളിക്കാരി ആഗ്രഹിച്ചത്. വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ അങ്ങനെ ആ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിട്ട് അവിടെ പെല്ലറ്റ് കണ്ണുകൊണ്ട് വരെ ഷൂട്ട് ചെയ്തിട്ട് ഒരുത്തൻ്റെ കണ്ണ് ഒരു സൈഡ് പോയി. ആ കണ്ണ് പോയി, ഫുള്ള് ബ്ലാങ്ക്. ഇനി അവൻ്റെ ആ കണ്ണ് ജീവിതത്തിൽ ഇനി അത് റെഡി ആവൂല, അത് മൊത്തത്തിൽ പോയി. അത്രയും വലിയ രീതിയിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് അത്രയും വലിയ ഒച്ചയും ബഹളം ഉണ്ടായിട്ടും ഒരാൾ പോലും പിൻവാങ്ങാനെ കൊണ്ട് തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇന്ന് ഇവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന നിലയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒച്ചയുടെയും ബഹളത്തിൻ്റെയും പുറത്ത് അവരുടെ എന്താണ് ആവശ്യപ്പെട്ടത് അത് മുങ്ങിപ്പോയോ? ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്താണെങ്കിൽ കൂടി 1947 മുന്നേ തന്നെ എത്രത്തോളം ബഹളങ്ങളും വയലൻസും ഒച്ചപ്പാടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അന്ന് ഈ പറയുന്ന ആൾക്കാർ ഈ പറയുന്ന ഒച്ചപ്പാടും ഇപ്പോൾ ജാലിയൻ വാലാബാഗ് നടന്നപ്പോഴാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ നടന്നപ്പോൾ പോലും ഈ ആൾക്കാരുടെ മുന്നോട്ട് വെച്ചിരുന്ന ആശയം എന്തായിരുന്നു? മുന്നോട്ട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതായിരുന്നു, അല്ലേ? അപ്പം ആ ഒരു സ്വാതന്ത്ര്യം നേടാനെ കൊണ്ട് ആൾക്കാർ പോരാടിയപ്പോഴത്തേക്കിന് ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടായപ്പോഴത്തേക്കിന് അവരുടെ ആവശ്യം എന്താണോ അതെവിടെയെങ്കിലും മുങ്ങിപ്പോയോ? സോ നിങ്ങൾ ഇത് മറ്റൊരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇത് പുള്ളിക്കാരി ഇനി പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. നമുക്ക് അടുത്തതോടെ കേൾക്കാം. ഇൻ ദ റൈറ്റ് ടു പീസ്ഫുൾ എക്സ്പ്രഷൻ, ഞാൻ വിശ്വസിക്കുന്നത് പീസ്ഫുൾ എക്സ്പ്രഷനിലാണ്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഞാൻ ഒരിക്കലും വയലൻസിൽ വിശ്വസിക്കുന്നില്ല. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മൂവ്മെന്റ്സ് നോട്ട് ഓൺലി ഫോർ ഹൂ ദേ ബിഗാൻ, വൈ ദേ ബിഗാൻ, ബട്ട് ഓൾസോ ഹൗ ദേ അൺഫോൾഡഡ്. ഹിസ്റ്ററി എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഒരു കാര്യം നടന്നു, അതെങ്ങനെയാണ് അത് അവസാനിച്ചത്. അതിൻ്റെ ആ മൊത്തം ജേർണി ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളതെല്ലാം ഓർക്കും. അതെ, നമ്മൾ ഓർക്കും. നിങ്ങൾക്ക് ഹിസ്റ്ററിനെ പറ്റിയിട്ട് വലിയ പിടുത്തം ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ചതിൻ്റെ പേരിലല്ല നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇനി നാളെ ഒരിക്കലും ഒരു 2050 ആകുമ്പോഴത്തേക്കിന് ഒരു ഹിസ്റ്ററി ചാപ്റ്ററിൽ എവിടെയെങ്കിലും കുട്ടികൾ പഠിക്കുകയാണ് എന്താണ് ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് ആ പ്രൊട്ടസ്റ്റിനകത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞേക്കുന്ന ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് കൂടി നാളുകളിൽ അവർ പഠിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും വയലൻസിൽ ഇപ്പം ഇങ്ങനെ വയലൻസ് ഉണ്ടാവണമെന്നോ അങ്ങനെയൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. ആർക്കാണ് വയലൻസ് ഉണ്ടാവണം, വയലൻസിലൂടെ ജയിക്കണമെന്ന് അങ്ങനെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് അങ്ങനത്തെ താല്പര്യ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയല്ലാത്ത നിയമം അത് ലംഘിക്കപ്പെടാനുള്ളതാണ്. പറഞ്ഞ മനസ്സിലായി? നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കും, നമ്മൾ പ്രതിഷേധിക്കും. അത് അവരെവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ച് തിരിച്ചുണ്ടാവുള്ളൂ. ഈ വയലൻസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്നല്ലേ? ചോദ്യങ്ങൾ ചോദിച്ചപ്പം അവർ ഉത്തരം പറഞ്ഞത് ലാത്തിയിൽ മറ്റേ ആണി വരെ അടിച്ചിട്ടൊക്കെ കയറ്റിയിട്ടാണ്, ലാത്തി കൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത്. അതും സ്റ്റുഡൻസ്, ഇന്ത്യയുടെ യൂത്തിൻ്റെ അടുത്ത് അവർ മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വയലൻസ് ചെയ്തത് ആരാണ്? അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് ആരുടെ അടുത്താണ്?
നിങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്തത്. സ്റ്റുഡൻസിൻ്റെ അടുത്ത് വീട്ടിൽ പോയിരിക്കാൻ നിങ്ങൾ പറഞ്ഞു എനിക്ക് വയലൻസ് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ആരുടെ ഒപ്പീനിയനും, അത് എൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, അത് ഫൈനൽ ട്രൂത്ത് ആണ്, അതാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പറയാതെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഗോദി മീഡിയാസിന്റെ ഇതുപോലും കാണാതെ ആൾക്കാർ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ട് വാർത്തകൾ അറിയാൻ കൊണ്ട് ശ്രമിച്ചത്. ഇപ്പം നമ്മുടെ മോദിജി പോലും ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താണ്? ഗോദി മീഡിയാസിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഒരാൾ പോലും തിരിച്ചു നോക്കുന്നില്ല അങ്ങോട്ട്. കാര്യം അവർക്കറിയാം. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ മോദിജി ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മോദിജി വരെ മാറിയിട്ടുണ്ട്. അപ്പം അറിയാം, ആൾക്കാർക്ക് അറിയാം. അത് നിങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആൾക്കാർക്ക് അറിയാം. റീഡ്, നിങ്ങൾ വായിക്കുക. ലിസൺ, നിങ്ങൾ കേൾക്കുക. ആസ്ക് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാകുന്ന രാഷ്ട്രീയം, അതാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ആ സെയിം പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ തന്നെ പറയുന്നു ലേൺ, എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്. ഈ അഭിപ്രായം പറഞ്ഞതിനകത്ത് എല്ലാവർക്കും യോജിച്ചു എന്നുള്ളത് വരത്തില്ല. അപ്പോൾ ആ ഒരു അഭിപ്രായത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആൾക്കാർ കമന്റ് ബോക്സിൽ പ്രകടിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ ബ്ലോക്ക് ചെയ്ത് കേട്ടു. വാട്ട് ബ്ലോക്ക് മാണി? അതിന് നിങ്ങൾ ഇതിനകത്ത് ഒരു അക്ഷരം പോലും മിണ്ടിട്ടില്ല കേട്ടോ. സ്റ്റേ ഇൻഫോംഡ്. നിങ്ങൾ ഇൻഫോംഡ് ആയിട്ടിരിക്കുക ഓരോ കാര്യങ്ങളെക്കുറിച്ചും. തിങ്ക് ക്രിട്ടിക്കലി, നിങ്ങൾ ചിന്തിക്കുക ഇതിനെക്കുറിച്ച്. അതെന്താ അങ്ങനെ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മേക്കപ്പ് യുവർ ഓൺ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ലെറ്റ് യു ബി യുവർ ഓൺലി ഇൻഫ്ലുവൻസർ. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ഞാനോ വേറൊരാളോ മറ്റൊരാളോ ആരുമല്ല. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. യു ആർ യുവർ ഓൺ ഇൻഫ്ലുവൻസർ. അയ്യോ, അത് അങ്ങനെയാണ്. അവർക്ക് സ്വയം അവരുടെ തീരുമാനങ്ങളാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്നുള്ള ആൾക്കാർക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ ഇത്ര നാൾ ഇഷ്ടപ്പെട്ട ആളുകൾ പോലും പറഞ്ഞിരുന്ന സാധനം എന്താണെന്നറിയോ? നിങ്ങൾ അവരെത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന അവർ അത്ര ഇതായിട്ട് കാര്യമായിട്ട് കണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസർ പേളിയുമാണ് ഇപ്പോൾ അഖിൽമാരാറിന്റെ വൈബാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കത് മനസ്സിലായി. നിങ്ങൾ ഈ അഖിൽമാരാറിന്റെ പ്രോമാക്സ് വൈബ് നിങ്ങൾ ആ ഒരു പോസ്റ്റിനകത്ത് തരുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് സ്വയം തോന്നി. അങ്ങനെ അവർ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പുറത്താണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ്ടാ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കാണ്. ഹിന്ദുവാടെ ഇത് നിങ്ങൾക്കെതിരെ അപ്പുറത്ത് വന്ന് മറ്റേ ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ അയാൾക്കെതിരെ എന്താണ് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ വന്നിരിക്കുന്നത് എന്നെ ആര് ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പുറകെ മറീന മൈക്കിളും പിന്നെ മറ്റൊരു ലേഡിയുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെ, അതായത് നിങ്ങൾ ഫോളോവേഴ്സ് നിനക്ക് എന്തോരം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ഒരു ടോക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മറീന മൈക്കിളിനെ ആണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഇപ്പോഴാണ് ഓർക്കുന്നത് ആ രീതിയിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ മറീന മൈക്കിളുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ആൾക്കാർക്ക് പെളിമണി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയി. ഇനി എത്ര കടന്ന് ന്യായീകരിച്ചിട്ടും ഇതിനകത്ത് കാര്യമില്ല. ഈ ഒരു പോസ്റ്റാണ് ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സോറി ഗൈസ്, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ പേളിമാണിക്ക് ഓർമ്മയുള്ളൂ. ശേഷം എന്തൊക്കെയാണ് നടന്നത്? ഇവിടെ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരുന്ന കൊച്ചാണ് ഇപ്പം നാണ്ട് എയറിലാണ്, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറത്തെല്ലാം അൺഫോളോ അടിച്ചു പോയി. 4 ലക്ഷത്തോളം പേരാണ്. ഇല്ല, നമുക്ക് മനസ്സിലാവും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. യു കണ്ടിന്യൂ. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ വന്നതുകൊണ്ടാണോ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിട്ടത്? അല്ല, മനസ്സിലാവാതുകൊണ്ട് ചോദിക്കണം. അതായത് നിങ്ങൾ ലേൺ ചെയ്യൂ, നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് റീഡ് ചെയ്യൂ, നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ, നിങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ തന്നെ അവർക്ക് തോന്നിയ രീതിയിൽ അവർക്ക് എന്താണ് നിങ്ങളുടെ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത് അവർ വന്ന് കമന്റ് ബോക്സിൽ പറയുമ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വിടുന്നു. എന്താണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വപ്നത്തിൽ എന്താണോ വിചാരിക്കുന്നത്? ഓക്കെ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ പേളിമണി നിങ്ങൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്ത് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇതാണ് ഞാൻ സ്വപ്നം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ കമന്റ് ബോക്സിൽ നോക്കട്ടെ. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു, ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണോ? എന്നെ സ്വപ്നത്തിൽ കണ്ടതല്ല, ബ്ലോക്ക് 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 ബ്ലോക്ക്. ഇതാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടേ? അല്ലല്ലോ, നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്തതായിരിക്കും കമന്റ് ബോക്സിൽ ക്രിട്ടിസിസംസ് ആയിട്ട് വരുന്നത്. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നിശബ്ദമാക്കുന്ന പരിപാടി അത് ശരിയാണോ? അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇവിടെ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്.
എൻ്റെ പൊന്ന് പേളിമാണി, നിങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ട് പേടിയൊക്കെ തോന്നിയിട്ട് നിങ്ങൾക്ക് അത്രയും സങ്കടം തോന്നിയിട്ട് അങ്ങനെ ഒരിക്കലും പറ്റാത്ത, ഓക്കെ നിങ്ങൾ നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ സങ്കടം തോന്നിയേക്കുന്നത്. അതുകൊണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ഹേർട്ട് ആവാതെ വീട്ടിൽ പോയിരിക്കുന്നു നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇപ്പം അതായത് പേളിമാണി തന്നെ പറയാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കിന് ഈ ഒരു ഗവൺമെന്റ്, അതായത് BJP എന്ന് പറയുന്ന ഈ ഒരു ഗവൺമെന്റ്, ഈ പാർട്ടികൾ ഇവർ ടെററിസ്റ്റുകളാണ് എന്നുള്ളതാണ് പേളിമാണി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാനാണ് പറഞ്ഞത് വീഡിയോക്കകത്ത് ഇതൊരു ടെററിസ്റ്റ് പാർട്ടിയാണെന്ന്, ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പേളിമാണി അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള കാര്യമാണോ? ഇപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും കണ്ടോടാ അവൻ ഇതിനെ വളച്ചൊടിച്ച് മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയാനായിരിക്കും. എങ്കിൽ പറ, എന്താണ് പേളിമാണി ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആ ഗവൺമെന്റ് ഇത്രയും പേരെ തല്ലി ചതച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഇമാതിരി പരിപാടികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴത്തേക്കിന് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണെന്നും അവർക്കെതിരെ പ്രതികരിക്കാനും അവർക്കെതിരെ ശബ്ദമുയർത്താനും പേളിമാണിക്ക് കഴിഞ്ഞില്ല. പേളിമാണി നേരെ പറയുന്നത് ഇങ്ങനെ ചെയ്ത് വീഡിയോസ് വിഷ്വൽസ് കണ്ട് എനിക്ക് ഹേർട്ടായി, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയിരിക്കുന്നുള്ളത്. അപ്പോഴും നിങ്ങൾ ഗവൺമെന്റിനെതിരെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. എന്തിനാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല. പേളിമാണി, ഇഫ് യു നീഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇതൊന്ന് പറയാം, നമുക്ക് ഓൺലൈൻ വഴി ഡെലിവറി അയക്കാം. ഒരു സ്പൈൻ, മാമാ ബിയറിന്റെ സ്പൈൻ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതില്ലാത്ത പക്ഷം ഇവിടെ വന്നിട്ട് വെറുതെ വന്നിട്ട് ഇത് പറയരുത്. ഓക്കെ, ആ ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കാനെ കൊണ്ട് എന്താ പേടി? അതോ ED റെയ്ഡ് വരും എന്നുള്ള പേടിയാണോ? അതോ ഈ പറഞ്ഞ കാവ്യാണ് എനിക്കിഷ്ടം എന്നുള്ളത് കൊണ്ടിട്ട് വർഗ്ഗസ്നേഹം നിങ്ങൾ കാണിച്ചതാണോ? നിങ്ങളിതിനകത്ത് പറയുന്നത് നിങ്ങൾ അത് ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. എടേ, അവിടെ ഇത്രയും ക്രൂരമായിട്ട് പിള്ളേരെ ആക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. എത്രയോ ആളുകളുടെ മക്കളാണ് അങ്ങനെ ആവുന്നത് എന്നുള്ള നിങ്ങൾക്ക് സങ്കടം. വളരെ നല്ല കാര്യം തന്നെ, ആ മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു നല്ലൊരു മനുഷ്യന് മാത്രമേ അങ്ങനത്തെ ഒക്കെ ആ ഒരു സാധാഭാവം, ആ ഒരു ഇതൊക്കെ തോന്നുകയുള്ളൂ. അപ്പൊ പറയേണ്ടുന്ന കാര്യം എന്താണ്? ഈ ഗവൺമെന്റിനെ അല്ലേ ചോദ്യം ചെയ്യണ്ടേ? ഈ ഗവൺമെന്റിനോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ നിങ്ങൾ പറയാതെ പറയുന്നത് എന്താണ്? ഈ ഗവൺമെന്റ്, ഈ BJP, ഇവന്മാര് ചെയ്യുന്ന പരിപാടികൾ എന്താണ്? ശുദ്ധ ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നമ്മൾ വേറെ അബ്യൂസീവ് വേർഡ്സ് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റ് കണ്ടു, എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര, സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അല്ല, ഈ തിരിച്ചറിവൊക്കെ എപ്പോഴാണ് തോന്നിയത്? ഇത്ര ആൾക്കാർ അൺഫോളോ അടിച്ചു പോയതിൻ്റെ പേരിലാണോ അതോ സ്വയം നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് തോന്നിയത്? സ്വയം അങ്ങനെ തോന്നിയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ. ഇനി അൺഫോളോ ഒക്കെ അടിച്ച് പോയതിൻ്റെ പേരിലാണെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ അത്ര നല്ലല്ലോ കേട്ടോ. വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് തന്നെ പറയണം. ഇത് നല്ല കാര്യമാണ്. കാര്യം സ്വയം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് സ്വയം തിരിച്ചറിയുകയും ആ തെറ്റ് തിരുത്താനെ കൊണ്ട് ശ്രമിക്കുകയും ചെയ്ത തെറ്റിന് ഒരു ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യനെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, ചെയ്ത തെറ്റിനൊരു ക്ഷമ ചോദിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ എന്തിനാണ് ആൾക്കാരെ, ഇപ്പം നിങ്ങൾ അഭിപ്രായം പറയുമെന്ന് പറയുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, എന്നിട്ട് അതേ ആൾക്കാരെ തന്നെ ബ്ലോക്ക് ചെയ്തേക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് നിങ്ങളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലൊരു ക്ഷമ ചോദിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിനെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും
വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു, ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാൻ എന്നല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതുകയാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം അതിലൊരു കാര്യമുണ്ട്. ഇത് പറഞ്ഞപ്പോഴും പേളിമാണി മുൻപ് ചെയ്തിരുന്ന സിനിമകളുടെ ക്ലിപ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്റ്റയിൽ കിടന്ന് വൈറലാവുന്നുണ്ട്. അപ്പോൾ പേളിമാണി ഭയങ്കര കിട്ടുള്ള സിനിമകളൊക്കെ ആയതിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും സിബി മലയിൽ അദ്ദേഹത്തിനെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്ത് പറ്റി? തിരിച്ചറിവുകൾ മനുഷ്യൻ നല്ലതാണ്. തെറ്റിയത് തിരുത്താനെ കൊണ്ട് തയ്യാറായല്ലോ, വളരെ നല്ല കാര്യം. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. അതെ, ആ ഹ്യൂജ് ഫാനാണ് ആ ഒരു മനുഷ്യൻ്റെ. എന്നിട്ട് ആ മനുഷ്യൻ്റെ മകനെ പറ്റിയിട്ട് ആ മനുഷ്യൻ്റെ മകൻ ഒരു ക്രിറ്റിസിസം, പേർളിമാണിയുടെ അഭിപ്രായത്തോട് ഒരാളൊരു അഭിപ്രായം വരും. ശരിയാണ്, പേർളിമാണി തൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഒരാളുടെ അഭിപ്രായം പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോൾ ആ ഒരു അഭിപ്രായത്തോട് അഭിപ്രായ വ്യത്യാസം ആളുകൾക്ക് പ്രകടിപ്പിക്കാമല്ലോ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾ പ്രകടിപ്പിച്ചപ്പോഴത്തേക്കിന് നിങ്ങൾ നേരെ, അത്രയും ഫാനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ മകൻ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ നേരെ പറയുന്നത് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മൈൻഡ് സെറ്റാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഒരു ക്ഷമ ചോദിച്ചത് വളരെ നല്ല കാര്യം തന്നെ. പിന്നെ ഇതിനകത്ത് സിബി മലയിൽ സാർ പുള്ളി കിടിലം, ഞാൻ ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞതിൻ്റെ പുറത്ത് പിന്നെ കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഫീൽ ചെയ്യണത്. ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത്, അതായത് ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഇങ്ങനെ രാവിലെ 5 മണിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഡാഡി ഇങ്ങനെ റെഡി ആയിട്ട് ബാഗൊക്കെ ആയിട്ട് പോവാണ്, നമ്മൾ ഷൂട്ടിന് ഒരു സ്ഥലം വരെ പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പോൾ ഡാഡി എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് പറഞ്ഞു, അപ്പോൾ നീ ഇനി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഇനി നിന്നെ എനിക്ക് രക്ഷിക്കാൻ എപ്പോഴും പറ്റില്ല. സ്കൂളിൽ ചെറിയ പ്രശ്നം വന്നാൽ വേണമെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി വന്ന് വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ ടീച്ചറിനോട് നിനക്ക് വേണ്ടി വന്ന് സംസാരിക്കാം. പക്ഷേ ഇനി നീ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നീ ഇനി വല്ല പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ അത് നീ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. എനിക്ക് അന്ന് ഡാഡി പറഞ്ഞത് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന ഓരോ വാക്കിനും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഭയങ്കര വാല്യൂ ഉണ്ട്, ഭയങ്കര റിപ്പർക്കഷൻസ്. അതായത് അത് ചെയ്ത കുറേ കാര്യങ്ങൾ നടക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നൗ ആൻഡ് ഐ വിൽ ട്രൈ ടു ബി എ ബെറ്റർ ഹ്യൂമൻ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ഐ ഹോപ്പ് you will understand what I'm saying. I stand with the best interest of our nation, the best interest of our students and our state. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും.
എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ തിരുത്തിക്കോളാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഇത്രയും വാല്യുബിൾ ടൈം നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ലവ് യു ഓൾ. ക്രിട്ടിസൈസ് ചെയ്യണം, കണ്ടിന്യൂ ടു ക്രിട്ടിസൈസ് മീ ആൻഡ് ഐ വിൽ ചേഞ്ച് ആൻഡ് ഐ വിൽ മേക്ക് യു ഓൾ പ്രൗഡ്. താങ്ക് യു എവറി വൺ. ആൻഡ് മേക്ക് ഷുവർ യു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ് സെക്ഷൻ ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ബി കൈൻഡ് ടു മീ. ക്രിട്ടിസൈസ് ചെയ്തോളൂ, പക്ഷേ also understand I'm just one human being. Okay, I love you all and be kind to everyone else also. Social media is a beautiful place if we all can be compassionate to each other. I love you all. Bye. വളരെ നല്ല കാര്യം തന്നെ. ഒരാൾക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് തിരിച്ചറിയുകയും ആ തെറ്റ് തിരുത്താനെ കൊണ്ട് ശ്രമിക്കുകയും പരസ്യമായിട്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ പേളിമാനെ ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പേളിമാനയുടെ സൈഡിൽ നിന്ന് എന്താണെങ്കിലും അത് മനസ്സിലായിട്ട് അത് തിരുത്താനെ കൊണ്ട് തയ്യാറായല്ലോ. പിന്നെ ഇത് ഈ ഒരു അപ്പോളജി സ്വീകരിക്കാതിരിക്കുകയോ എന്നുള്ളത് പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയനാണ്. എന്താണെങ്കിലും പേളിമാനയുടെ സൈഡിൽ നിന്ന് എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാണ് പേളിമാണി ചെയ്തിരിക്കുന്നത്. കാര്യം ഇനി ഇത് പേളിമാണി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി പേളിമാണി ചെയ്ത കാര്യത്തിന് ഒരുപാട് അൺഫോളോവേഴ്സ്, ഈ പറയുന്ന ഹേറ്റ് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഇത് ഇപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേളിമാണി ഇന്നലെ കളി ചെയ്തേക്കുന്നത് എന്താണോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ സ്റ്റിൽ ആൾക്കാരുടെ മനസ്സിലത് അങ്ങനെ തന്നെ കണ്ടിന്യൂ. ഇപ്പോൾ ഈ ഒരു അപ്പോളജി കേൾക്കുമ്പോൾ പോലും ആൾക്കാർ രണ്ട് രീതിയിൽ ചിന്തിക്കും. നിങ്ങളിപ്പോൾ അൺഫോളോ വന്നതിൻ്റെ പേരിലല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന ഇത്ര ഹേറ്റ് വന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് പറയുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനങ്ങളുടെ കാര്യങ്ങളൊക്കെ പോവും. എന്താണെങ്കിലും നമ്മൾ ചെയ്തതിൻ്റെ കാര്യത്തിനൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പം നിങ്ങൾ ഇപ്പം മറീന മൈക്കിൾ ആണെങ്കിലും അവർ പിന്നീട് റീഷെയർ ചെയ്തിരുന്ന ലേഡിയുടെ പോസ്റ്റ് ആണെങ്കിൽ കൂടി അതിനകത്തൊക്കെ നിങ്ങൾ ഫോളോവേഴ്സ് കൗണ്ടിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്ന ഒരു ക്രിയേറ്റർ. ഇപ്പം നമ്മൾ പല ക്രിയേറ്റർ മീറ്റപ്പിനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കിന് പലരും ഈ ഒരു ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ട് കമ്പനി കൂടാൻ നോക്കുന്ന ചില ടീംസ് ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് സീരിയസ്ലി എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യാനും നിൽക്കാൻ പോകാറില്ല. അങ്ങനെയുള്ള പലരും ഉണ്ട്. എനിക്ക് പേളിമാനയുടെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഇവർ ഈ ഒരു ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ട് നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ടോക്ക് വന്നേക്കുന്ന സംഭവം കേട്ടപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ സ്വയം തിരുത്താനെ കൊണ്ടും കാര്യങ്ങളൊക്കെ തയ്യാറായി വളരെ നല്ല കാര്യം തന്നെ. അപ്പോൾ ഇന്നലെ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ബ്ലോക്ക് ചെയ്തത് എന്തിനായിരുന്നു, അപ്പം നിങ്ങൾ തന്നെ ഒപ്പീനിയൻ പറയുമെന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് ഇപ്പം നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത വിമർശനങ്ങളാണ് വന്നത് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തെന്നുള്ളതാണെങ്കിൽ അതിന് എങ്ങനെയാണ് വിമർശനം എന്ന് പറയാൻ പറ്റും? നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, സ്വപ്നത്തിൽ വിചാരിക്കുന്നത് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പറഞ്ഞ് ആരെ കൊണ്ടൊക്കെ ഇടിയിപ്പിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഈ രീതിയിലേ പറ്റുന്നുള്ളത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുള്ളൂ. ഇപ്പം നിങ്ങൾ സ്വപ്നത്തിൽ കരുതുന്ന പോലെ ആൾക്കാർ പറയാനുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ മനുഷ്യനാണ്. അതേപോലെ തന്നെ അവിടെ പോയി കിടക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അവിടെ പോയി പ്രൊട്ടക്ഷൻ വഹിക്കുന്ന ഓരോ ആളുകളും അവരും മനുഷ്യൻ തന്നെയാണ്. അവരെ ഇത്രയും ക്രൂരമായിട്ട് മൃഗീയമായിട്ട് ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കിന് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റിനകത്തൂടെ അവരോട് വീട്ടിൽ പോയിരിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഇവിടെ ചോദ്യം ചോദിക്കേണ്ടത് ആ ഗവൺമെൻറ്റിൻ്റെ അടുത്തായിരുന്നു അല്ലേ? ഈ ഗവൺമെൻറ് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ വേണം അങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കാൻ. ഈ ഗവൺമെൻറ് ഒരു തെറ്റാണ്, ഈ ഒരു BJP എന്ന് പറയുന്ന ഇവരൊരു തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. നിങ്ങൾ നേരെ ചെയ്തത് തിരിച്ചാണ്. അപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാനെ കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. അത് പറ്റില്ല. കാരണം ഇത് നമ്മൾ മുമ്പ് ചെയ്തേക്കുന്ന വീഡിയോസിനകത്തല്ല ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും നമ്മളിതിവിടെ ആവർത്തിക്കുന്നില്ല. എന്താണെങ്കിലും പേളിമാനയുടെ സൈഡിൽ നിന്ന് ചെയ്തേക്കുന്ന നല്ലൊരു കാര്യം തന്നെ. അപ്പം അവർ ബ്ലോക്ക് ചെയ്തതിൻ്റെ കാര്യം കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കാമായിരുന്നു. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാൻ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.